ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പ്രൊഡക്റ്റ് റിവ്യൂ ആണ്. അതായത് നമ്മൾ ഹെയർ പാക്കിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഈ ഒരു ഹെയർ പാക്ക് യൂസ് ചെയ്തിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഈ ഒരു ഹെയർ പാക്ക് ഫ്രം ദ ഹൗസ് ഓഫ് മെഡിമിക്സിൻ്റെ ഒരു പ്രൊഡക്റ്റാണ്. ശരിക്കും നല്ലൊരു ആയുർവേദിക് കണ്ടൻറ്റൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ബെസ്റ്റ് ഹെയർ പാക്കാണ്. നമുക്ക് ധൈര്യത്തോടു കൂടി തലയിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റാണ്. നമുക്കൊരു എന്താ പറയുക, ഒരു എക്കോ ഫ്രണ്ട്ലി പ്രൊഡക്റ്റ് എന്നൊക്കെ പറയാൻ പറ്റും. ബിക്കോസ് ആയുർവേദിക് പ്രൊഡക്ട്സാണ് അവർ മോസ്റ്റ്ലി ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹെയറിനും അതുപോലെ തന്നെ സ്കാൽപ്പിനൊന്നും ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. ഖേത്രയുടെ ഒരു ഹെയർ ഓയിൽ ഞാൻ വാങ്ങിച്ച് യൂസ് ചെയ്തിരുന്നു. ഇപ്പോൾ ഞാൻ 6 മന്തായിട്ട് ആ ഒരു സെയിം ഹെയർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ശരിക്കും എനിക്ക് നല്ലൊരു ബെസ്റ്റ് റിസൾട്ടാണ് കിട്ടിയത്. അങ്ങനെ ആ ഒരു ഹെയർ ഓയിൽ യൂസ് ചെയ്തപ്പം എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയതിൻ്റെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു ഹെയർ പാക്ക് വാങ്ങിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ശരിക്കും എനിക്കൊരു 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ നല്ലൊരു റിസൾട്ട് കണ്ടു തുടങ്ങി. വീക്കിൽ നമ്മൾ ഒരുപാട് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, കണ്ടിന്യൂസ്ലി ഡേയ്സ് നമ്മൾ യൂസ് ചെയ്യേണ്ട. ശരിക്കും ഒരു വീക്കിൽ ഒരു 1 അല്ലെങ്കിൽ ഒരു 2 പ്രാവശ്യം ചെയ്താൽ നമുക്ക് ബെസ്റ്റ് റിസൾട്ട് കിട്ടും. അങ്ങനെ യൂസ് ചെയ്താൽ മതി. അങ്ങനെ ഒരു 1 മന്ത് അല്ലെങ്കിൽ ഒരു 2 മന്ത് ആകുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും ഈ ഒരു ഹെയർ പാക്ക് യൂസ് ചെയ്യുമ്പോൾ. ഇവരുടെ ഈ ഒരു ഹെയർ പാക്കിനെ കുറിച്ചിട്ട് ഞാൻ മുമ്പ് തന്നെ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനിപ്പോൾ റീസെൻ്റ് ആയിട്ടാണ് വാങ്ങിച്ച് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ജസ്റ്റ് ഒരു 1 മന്ത് ആയതേ ഉള്ളൂ. നിങ്ങളോട് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നല്ലോ, ഞാൻ കുറച്ച് നാളായുള്ളൂ വാങ്ങിച്ച് യൂസ് ചെയ്തിട്ടത്. അപ്പോൾ തന്നെ എനിക്ക് നല്ലൊരു റിസൾട്ടാണ് കേട്ടോ കിട്ടിയത്. പിന്നെ ഞാൻ ഈ ഒരു ഹെയർ പാക്ക് ചൂസ് ചെയ്യാൻ മെയിൻ റീസൺ, നമുക്ക് വളരെ സിമ്പിളാണ് ഇത് യൂസ് ചെയ്യേണ്ടത്. ജസ്റ്റ് കുറച്ച് വാട്ടർ ഒന്ന് ആ ഒരു പൗഡറിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് തലയിൽ അപ്ലൈ ചെയ്താൽ മതി. പിന്നെ ഒരു ബെസ്റ്റ് റിസൾട്ടിന് വേണമെങ്കിൽ നമ്മൾ കുറച്ച് കേർഡ് എടുക്കണം. അതായത് കുറച്ചൊരു ലൂസി ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു കട്ട തൈര് എടുക്കുക. എന്നിട്ട് ഈ ഒരു പൗഡർ മിക്സ് ചെയ്യുക. പിന്നെ നമ്മുടെ എഗ്ഗ് വൈറ്റും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ തലയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ചെറുതായിട്ട് അല്ലെങ്കിൽ ഒരു ജെൻറ്റിലായിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. നമ്മൾ സ്കാൽപ്പിലൊക്കെ നല്ല രീതിയിൽ കിട്ടുന്ന രീതിക്ക് ഈ ഒരു ഹെയർ പാക്ക് അങ്ങ് ചെല്ലുന്ന രീതിക്ക്. എന്നിട്ടൊരു 30 അല്ലെങ്കിൽ ഒരു 35 മിനിറ്റ്സ് നമ്മളൊരു ഹെയർ ക്യാപ്പോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും, ഹെയർ ക്യാപ്പ് ഇല്ലാത്തവരാണെങ്കിലോ ജസ്റ്റ് ഒരു നമ്മുടെ എന്താ പറയുക, ഈസി ആയിട്ട് നമ്മുടെ വീട്ടിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ളൊരു ഷിമി കവർ വെച്ചിട്ട് നമ്മളൊന്ന് തലയൊന്ന് കവർ ചെയ്തിട്ട് ജസ്റ്റ് ഒരു 30 or 35 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ കുളിക്കുക. ശരിക്കും ഇങ്ങനെ നമ്മളൊരു വീക്കിൽ 2 പ്രാവശ്യം വെച്ച് ഒരു മാസത്തിലാകുമ്പം ഒരു 6 പ്രാവശ്യം ആ ഒരു രീതിയിൽ നമുക്ക് ഈ ഒരു ഹെയർ പാക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ ശരിക്കും നല്ല ബെസ്റ്റ് റിസൾട്ട് കിട്ടും. അതുമല്ല, ഇപ്പം അങ്ങനെ കേർഡും എഗ്ഗ് വൈറ്റൊന്നും ചിലർക്കൊന്നും യൂസ് ചെയ്യാൻ ഇഷ്ടമില്ലായിരിക്കും. എനിക്ക് പേഴ്സണലി എഗ്ഗ് വൈറ്റൊന്നും യൂസ് ചെയ്യാൻ ഇഷ്ടമില്ല. സോ അങ്ങനെയുള്ള ആൾക്കാർക്ക് ജസ്റ്റ് വാട്ടർ മാത്രം ഇതിൽ ആഡ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഖേത്രയുടെ ഹെയർ പാക്ക് ഇത് അത്യാവശ്യം നല്ലൊരു ബിഗ് ആയിട്ടുള്ളൊരു പാക്കാണ്. ഇത് ഞാൻ എടുക്കാത്ത ഒരു ഹെയർ പാക്കാണ് കേട്ടോ. വേറെ യൂസ് ചെയ്യുന്നത് വേറൊരു ഹെയർ പാക്കാണ്. അപ്പോൾ ഇതിൽ വന്നിരിക്കുന്നത് 1 2 3 4 5 ഹെയർ മാസ്കസ് ഉണ്ട്. ഈ ഒരു പാക്കറ്റ് രീതിയിലാണ് വരുന്നത്. ഒരെണ്ണത്തിന് 50 രൂപ വെച്ചിട്ടാണ്. അപ്പോൾ ടോട്ടൽ ഈ ഒരു ബിഗ് ആയിട്ടുള്ളൊരു പാക്കേജിൻ്റെ കോസ്റ്റ് വരുന്നത് 250 രൂപയാണ്. ഈ ഒരു പാക്ക് തന്നെ നമുക്ക് ഒരു 3 അല്ലെങ്കിൽ 4 പ്രാവശ്യമൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇതിനൊരു 50 റുപ്പീസാണ് കേട്ടോ വരുന്നത് ഓരോ പാക്കിനും. അപ്പോൾ ഇതിൻ്റെ ഒരു പാക്കിംഗ് ഒക്കെ നോക്കുകയാണെങ്കിൽ നല്ലൊരു സ്റ്റാൻഡേർഡ് പാക്കിംഗ് ആണ്. ഈ ഒരു കളറ് നമുക്ക് നല്ലൊരു അട്രാക്റ്റീവായിട്ടുള്ളൊരു കളറാണ് അവർ കൊടുത്തിരിക്കുന്നത് പാക്കേജിന്. ഒരു ഗ്രീനും പിന്നെ ഒരു വയലറ്റ് ടൈപ്പും. പിന്നെ ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് നമ്മുടെ ഹെയറിൻ്റെയൊക്കെ ഗ്രോത്തിന് വേണ്ടിയിട്ട് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന ഭൃംഗരാജ് പോലെയുള്ള, പിന്നെ നമ്മുടെ ചെമ്പരത്തി ഉണ്ട്, പിന്നെ നമ്മുടെ അംലയുണ്ട്, നീമുണ്ട്. അങ്ങനത്തെ ആയുർവേദിക് ഹെർബ്സൊക്കെയാണ് ഇവർ യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ബെസ്റ്റ് റിസൾട്ട് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പം ഒരു 2 അല്ലെങ്കിൽ ഒരു 3 പ്രാവശ്യം യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മുടിക്ക് കിട്ടും. പിന്നെ ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് പറയാനുള്ളത്, ശരിക്കും നമുക്ക് ഒരു പ്രാവശ്യം തേച്ചാലൊന്നും ഒരു പെട്ടെന്ന് റിസൾട്ടൊന്നും ഉണ്ടാവില്ല. ഒരു 2 അല്ലെങ്കിൽ ഒരു 3 പ്രാവശ്യം യൂസ് ചെയ്യുമ്പോൾ ശരിക്കും നമുക്ക് നല്ലൊരു വ്യത്യാസം നമ്മുടെ മുടിയിൽ തന്നെ നമുക്ക് കണ്ടു തുടങ്ങും. ശരിക്കും നമ്മൾ 1 മാസമൊക്കെ യൂസ് ചെയ്താൽ നമുക്ക് നല്ലൊരു ഡിഫറൻസ്, അതായത് ശരിക്കും ഒരു സ്മൂത്തും അതുപോലെ തന്നെ ഷൈനിങ് ആയിട്ടുള്ളൊരു ഹെയർ കിട്ടും. പിന്നെ ഇവർ ഇതിൽ പറഞ്ഞിട്ടുണ്ട്, ദിസ് ഡീപ്പ് കണ്ടീഷണറിങ് ഹെയർ പാക്ക് റീസ്റ്റോർസ് ദ നാച്ചുറൽ ഷൈൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഷൈനിങ് തരും. അതുപോലെ തന്നെ നമ്മുടെ ഹെയറിൻ്റെ ഇൻസൈഡിലും ഉള്ളിലും
ഇതിൻ്റെ ഒരു ആക്ഷൻ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതിൻ്റെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് നല്ലൊരു ഷൈനിങ് അല്ലെങ്കിൽ ഒരു സ്മൂത്തിങ് എഫക്റ്റ് മുടിക്ക് കിട്ടുന്നത്. പിന്നെ നാച്ചുറൽ ആയിട്ടുള്ളൊരു പ്രൊഡക്ട്സാണ്. പിന്നെ റിച്ച് എസെൻഷ്യൽ ന്യൂട്രിയൻസ് അതുപോലെ തന്നെ ന്യൂട്രിയൻസ് ഒക്കെ ഉണ്ട്. ദെൻ ഹൈഡ്രേറ്റ് ആൻഡ് നറിഷ്, നമ്മുടെ മുടീനെ ഹൈഡ്രേറ്റ് ചെയ്യും, അതുകൂടാതെ നറിഷ് ചെയ്യുന്നൊക്കെ ഇവർ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. നമുക്ക് സാധാരണ വാട്ടറിൽ മിക്സ് ചെയ്ത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പുളിക്കാത്ത തൈര് വേണം കേട്ടോ നിങ്ങൾ എടുക്കുമ്പം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തൈരും എഗ് വൈറ്റും ഈ ഒരു ആവശ്യത്തിന് നീഡഡായിട്ടുള്ള ക്വാണ്ടിറ്റി പൗഡർ എടുത്ത് ഒരു ബൗളിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ തീരെ ലിക്വിഡിയും അതുപോലെ തന്നെ ഒരു ക്രീമി ടൈപ്പും ആക്കരുത്. ജസ്റ്റ് അത്യാവശ്യം വേണ്ട ഒരു ബിറ്റ്വീൻ ആ ഒരു ലെവലുണ്ടല്ലോ, ആ ഒരു കൺസിസ്റ്റൻസി നോക്കി നിങ്ങൾ യൂസ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ റൂട്ട് മുതൽ നമ്മുടെ മുടിയുടെ ഈ ഒരു രീതിക്ക്, അതായത് അറ്റം വരെ നല്ല രീതിയിൽ തന്നെ നമ്മൾ നന്നായിട്ട് തന്നെ തേച്ച് സ്മൂത്തായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കണം. ആ ഒരു പ്രൊഡക്റ്റ് എടുത്തിട്ട് ഈ ഒരു രീതിയിൽ ആപ്ലിക്കേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇവിടെ മുതൽ ജസ്റ്റ് ഈ ഒരു മുടിയുടെ ടിപ്പ് വരെ നന്നായിട്ട് നമ്മൾ റബ്ബ് ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് തേച്ച് കൊടുക്കുക. ഇങ്ങനെ ഓൾ ഓവർ നമ്മുടെ മുടിയിൽ ഫുള്ള് ചെയ്യണം. പിന്നെ എന്നിട്ട് നമ്മൾ ജെൻറ്റിലായിട്ട് ഒരു 5 മിനിറ്റെങ്കിലും നമ്മുടെ മുടി നല്ല രീതിയിൽ തന്നെ മസാജ് ചെയ്യണം നന്നായിട്ട് തന്നെ. അതിന് ശേഷം ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും ക്യാപ്പോ അങ്ങനെ അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒരു ടൈനി ആയിട്ടുള്ളൊരു കവറോ തിന്നായിട്ടുള്ളൊരു കവറോ അങ്ങനെ എന്തെങ്കിലും നമ്മളൊന്ന് കവർ ചെയ്ത് ഒരു 30 അല്ലെങ്കിൽ ഒരു 35 മിനിറ്റ് നമ്മുടെ തലയിൽ വയ്ക്കാം. എന്നിട്ട് കുളിക്കുക. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ. നോക്കുകയാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. ഇപ്പം ഇതൊന്നും പറ്റാത്ത ആൾക്കാരാണെങ്കിൽ നമുക്ക് വെറുതെ ഒരു കുറച്ച് വാട്ടറും ഈ ഒരു പൗഡറും കൂടി മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ ശരിക്കും വാട്ടറും പൗഡറും കൂടി മിക്സ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് എഗ് വൈറ്റ് ഒന്നും യൂസ് ചെയ്യുന്നത് ഇഷ്ടമില്ല, അതുകൊണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. യൂസ് ചെയ്യാനും വളരെ സിമ്പിളാണ്. അതുപോലെ തന്നെ നമ്മളിപ്പം തലയിൽ തേച്ചാലും നമുക്ക് ഒരുപാട് ഹാംഫുൾ എഫക്ട്സ് വരുന്നില്ല. ബിക്കോസ് നമ്മൾക്കറിയാം ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഹെർബ്സ് ആണ്, അതുപോലെ തന്നെ ആയുർവേദിക് കണ്ടൻസ് ആണ്. അതാണ് കേട്ടോ ഞാൻ ശരിക്കും ഹെയർ പ്രോഡക്ട്സ് വാങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഓരോ ഡീറ്റെയിൽസും നിങ്ങൾ നോക്കണം. ബിക്കോസ് ഒരു ആയുർവേദിക് പ്രൊഡക്ട്സ് ആകുമ്പം അതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഒരു ഹാംഫുൾനെസ് വരുന്നില്ല. തലമുടിയല്ല, നമ്മൾ അത്രയും നന്നായിട്ട് കെയർ ചെയ്ത് നോക്കുന്ന ആണല്ലോ. അപ്പോൾ നമ്മൾ ആ ഒരു കാര്യത്തിൽ ലാഭം നോക്കുന്നതിനേക്കാളും അത്യാവശ്യം കുറച്ചുകൂടെ ഒരു എമൗണ്ട് ആയിട്ടുള്ള പ്രൊഡക്റ്റ് വാങ്ങുകയാണെങ്കിലും അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കണ്ടൻറ്റ് നോക്കി മാത്രം വാങ്ങുക. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ ചാനൽ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ഒരു ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. അപ്പം ജസ്റ്റ് നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡയറക്റ്റ്ലി പോയി പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ ചാനൽ. ഇപ്പോൾ 2-3 പ്രാവശ്യമായല്ലേ താങ്ക് യു സോ മച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ശരി, ഇനിയിപ്പം നെക്സ്റ്റ് ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.